ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷും സുമേഷും കൂടെ നടന്നു വരുന്ന സമയത്ത് വെല്ലിച്ചനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെല്ലിച്ചൻ വന്ന് പറയാണ്, അതെ ഒന്ന് നിന്നേ, നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചില്ലേ കുടുംബക്ഷേത്രം എവിടെയാന്ന്? അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നൊരു കാര്യം, അവിടെ പോകുന്നത് കൊണ്ട് എല്ലാം അങ്ങ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങി എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, കൂടുതൽ അധികാരം എടുക്കണ്ട. പിന്നെ ചോദിച്ചതിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നു, അത്രേ ഉള്ളൂ. പോവുക, തൊഴുക, വരിക, അത്രയും മതി കേട്ടോ. ശരി, എന്തായാലും വെളിച്ചം പറഞ്ഞു തന്നല്ലോ എന്നും പറഞ്ഞു പോവാട്ടോ. അപ്പം തന്നെ നമ്മുടെ സുമേഷിന് ചെറിയൊരു സംശയമൊക്കെ തോന്നാം കേട്ടോ. എന്തുകൊണ്ടാവും പെട്ടെന്ന് ഇങ്ങനൊരു മനസ്സ് മാറ്റം? വെള്ളിച്ചൻ പറഞ്ഞു തന്നില്ലേ? അപ്പോഴാണ് സുമേഷിനോട് സുധീഷ് ആ കാര്യം പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഓർത്ത് ചിരിക്കുക കേട്ടോ. കാരണം നേരത്തെ ഒരു തവണ ചോദിച്ചപ്പോഴും ഇയാൾ പറഞ്ഞു കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ഇയാളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഒരു ജോൾസിനെ കുറച്ച് പൈസ എല്ലാം കൊടുത്തു, ഒരു കള്ള ജോൾസ്. അപ്പം എന്നിട്ട് വെല്ലിച്ചനെ പോയി ഒന്ന് പേടിപ്പിക്കണം എന്ന് പറയാട്ടോ. അങ്ങനെയാണ് അയാൾ നേരെ ഈ വെല്ലിച്ചൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ കുടുംബക്ഷേത്രത്തിലേക്കുള്ള വഴി വഴി ചോദിച്ചിട്ട് കുടുംബത്തിലുള്ളവർക്ക് നീ പറഞ്ഞു കൊടുത്തില്ല അല്ലേടാ, നിനക്ക് അതിൻ്റെ ദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ശരിക്കും കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ വന്നാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളോട് ആരാണ് ഇത് ചോദിച്ചത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയല്ലേ, അവർക്ക് കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തോളണോ എന്നൊക്കെ പറഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ശരിക്കും ഇയാളുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് നമ്മുടെ സുമേഷിൻ്റെ വലിച്ചനകത്ത് അങ്ങ് വിശ്വസിക്കാനും പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കേട്ടിട്ടാണ് ഇവിടെ വന്ന് സുധീഷിനോട് ഈ ഒരു സ്ഥലമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് സുമേഷിനോട് പറയാനുണ്ട്, സുമേഷ് ഏടാ, നീയാണ് എന്നോട് ചോദിച്ചത്, അതുകൊണ്ട് നിന്നോട് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടി പോകുമെന്നൊന്നും നീ വിചാരിക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, നീ മാത്രമേ അവിടെ ചെല്ലാവൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഈ ഒരു വല്ലിച്ചൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സുമേഷാണെങ്കിലും ചോദിക്കുകയാണ്. പക്ഷേ സുമേഷിനോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോഴും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് ഈ ജോൾസിന് കുറേ കൈക്കൂലിയും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നികേഷ് ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ വല്യജൻ എന്തുകൊണ്ടാവും ഇങ്ങനെ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതെ, അതിനൊക്കെ കാര്യമുണ്ടടാ, അതൊക്കെ വിചാരിക്കേണ്ടവർ വിചാരിക്കണം എന്ന് സുധീഷും പറയാണ്. അപ്പോൾ നിധിക്കൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ നിധിയും വിചാരിക്കണം, എന്തായാലും കുടുംബക്ഷേത്രത്തിനൊക്കെയുള്ള വഴിയൊക്കെ കിട്ടിയല്ലോ, നമുക്കിനി സന്തോഷത്തോടെ എല്ലാവർക്കുമായിട്ട് പോയാലോ എന്ന്. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഭാസ്കരനോട് ചോദിക്കുകയാണ്, കുടുംബക്ഷേത്രത്തിലുള്ള വഴി കണ്ടായിരുന്നു, മനസ്സിലാക്കിയായിരുന്നു കേട്ടാ എന്നിങ്ങനെ സുമേഷ് പറയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കുടുംബക്ഷേത്രം എവിടെയാണെന്നും സ്ഥലവും എല്ലാം കൃത്യമായിട്ട് ഭാസ്കരൻ പറയാണ്. അപ്പോൾ തന്നെ സുധീഷ് നല്ല ദേഷ്യം വരാം കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, എന്തിനായിരുന്നു ഇങ്ങനെ ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തിയത്? അന്നും ഇതുപോലെ തന്നെ സുമേഷേട്ടൻ്റെ ജാതകം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് പൈസ കൊടുത്ത് കഷ്ടപ്പെട്ടവരെണ്ണം ഉണ്ടായിക്കൊണ്ട് വന്നപ്പോൾ പറയണേ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിധി പറയാം, നിങ്ങളെന്താ എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കാണല്ലോ എന്ന്. അപ്പം നികേഷ് പറയുന്നുണ്ട്, ചേച്ചി കുട്ടിക്കാലത്ത് നമ്മൾ ഓരോ കളികളൊക്കെ കളിക്കത്തില്ലേ സമയം പോകാൻ വേണ്ടിയിട്ടേ, ക്യാരംസോ അല്ലെങ്കിൽ കുട്ടിയും കോലോ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ, അതായത് സുധീഷും അച്ഛനും ഭാസ്കരനും കൂടെ പണ്ട് ആ തല്ല് കൂടിയാണ് സമയം കളഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് കാര്യമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അച്ഛനും കൂടെ വരണം എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പം വരേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകത്തില്ല എന്ന്. നീ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാനും കൂടെ വരേനെ ചെയ്യും. പിന്നെ നിൻ്റെ അവതാരമൊന്നും എനിക്ക് ആവശ്യമില്ലടാ. അല്ലെങ്കിൽ തന്നെ നീയേ നിൻ്റെ വണ്ടി ലൈസൻസൊക്കെ പിടിച്ച് അവിടെ വച്ചേക്കില്ലേ, അതിൻ്റെ കാര്യം നോക്കുമെന്ന് പറയാം. അപ്പോഴാണ് സുധീഷ് പറഞ്ഞിട്ട്, ആ കാര്യം എടുത്ത് ആരും വിഷമിക്കേണ്ട, എൻ്റെ ലൈസൻസ് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ സുമേഷ് പറയാം, എല്ലാം കൊണ്ട് ഭാഗ്യമാണല്ലോ, കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ ലൈസൻസ് കിട്ടിയടാന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറഞ്ഞിട്ട്, അതെ ഇതൊന്നും ദൈവത്തിൻ്റെ പുറത്തുകൊണ്ട് ഇട്ട് കൊടുക്കല്ലേ, ഒരു മാസത്തേക്ക് മാത്രമേ ലൈസൻസ് പിടിച്ച് വയ്ക്കുള്ളൂ എന്ന് അന്ന് പറഞ്ഞു. ആ ഒരു മാസമായപ്പോൾ എൻ്റെ കൈ കിട്ടി, അല്ലാതെ ദൈവത്തിൻ്റെ ഗുണം കൊണ്ടല്ല എന്ന് സുധീഷ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ചാന്ദിനി അങ്ങോട്ട് വരുന്നത്. അപ്പം ചാന്ദിനി ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ആ സമയത്ത് ചാന്ദിനിയോടും ചോദിക്കണോണ്ട്, ഞങ്ങളിങ്ങനെ പോവും, 1-2 ദിവസം ആവും, ഇവിടെ ഒറ്റയ്ക്കല്ലേ, കൂടെ പോരുന്നുണ്ടോ എന്ന്. അപ്പോൾ ചാന്ദിനിക്ക് സമ്മതം, കൂടെ പോവാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. അന്നേരം കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചാന്ദിനിയോട് നമ്മൾ നിധിയും ചോദിക്കുന്നത്, എന്തായാലും സുമേഷ് ചോദിക്കുന്നുണ്ട്, ലീവൊക്കെ ഉണ്ടല്ലോ അല്ലേ മോളെ? ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്, ചാന്ദിനി ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതിനെ 1-2 ദിവസത്തേക്ക് ലോങ് ലീവ് എടുത്തിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാമെന്നുള്ളതല്ലേ സുമേഷ് ആട്ടാ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവരങ്ങനെ സമ്മതിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഹരീഷ് നമ്മുടെ നീതുവിനെ വിളിച്ച് സംസാരിക്കാൻ കേട്ടോ. നീതുവിനോടും കാര്യം പറയുകയാണ്, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണെന്ന്. നീതുവിന് ചെറിയൊരു ആഗ്രഹം, എനിക്കും വരണമെന്ന്. അതൊന്നും ശരിയാവില്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം പോവാം, ഇപ്പം നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്,
ശാന്തിനി വരുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അവർ വരുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്നെ കൂടെ കൊണ്ടുപോകൂടെ? അപ്പോൾ ഹരീഷ് പറയാം, അങ്ങനെയല്ലടി, അവരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നിൽക്കുമല്ലേ, ഈ സമയത്ത് അവരുടെ ബന്ധുക്കളോ കാര്യങ്ങളോ വന്നാൽ ഇവിടെ ഒറ്റയ്ക്കായി പോയാൽ പറ്റത്തില്ലല്ലോ. ഈ കഥയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അവരെ കൂടെ കൊണ്ടുപോകുന്നത്. ശരി, എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ വേറൊരു ദിവസം നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തോടെയൊക്കെ എല്ലാവരും പോകാനായിട്ട് റെഡിയാവുന്നതാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്